നമസ്കാരം. അമേരിക്കയിൽ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്ന വർണ്ണ വിവേചനം അവസാനിപ്പിക്കാൻ എത്രയോ മഹാരഥന്മാർ നടത്തിയ പോരാട്ടങ്ങൾക്കാണ് ഒടുവിലായി ഫലം കണ്ടത്. തുടർന്ന് അമേരിക്കയിൽ ഇപ്പോൾ വർണ്ണവിവേചനം ഇല്ല എന്നാണ് നമ്മളെല്ലാം പൊതുവെ കരുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും അവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുറമെ ലോകത്തെ ഏറ്റവും പരിഷ്കൃതമായ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ പോലും കറുത്ത വർഗ്ഗക്കാർ ഇപ്പോഴും അവിടെ പല മേഖലകളിലും വളരെ ക്രൂരമായ രീതിയിൽ അപമാനവും അവഗണനയും എല്ലാം നേരിടുന്നു എന്നാണ് ഇത് സംബന്ധിച്ച നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കറുത്ത വർഗ്ഗക്കാരിയായ ഒരു അമ്മ കഴിഞ്ഞ ദിവസം ടിക്ടോക്കിൽ ചെയ്ത ഒരു വീഡിയോ. അവർ പറയുന്ന കഥ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവർ ദീർഘമായ യാത്ര കഴിഞ്ഞാണ് വിമാനത്താവളത്തിലേക്ക് എത്തിയത്. പുലർച്ചെ 5 മണിയോടുകൂടി അവരുടെ ഒപ്പം 2 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് 2 കുട്ടികളുമാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു കുട്ടി, ഈ 2 കുട്ടികൾ ഒരാൾ അംഗപരിമിതയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ സ്ട്രോളറിൽ ഇരുത്തിയാണ് ഇവർ ഗേറ്റിലേക്ക് കൊണ്ടുചെന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കാരായ 3 ഉദ്യോഗസ്ഥന്മാർ അവരെ തടയുകയായിരുന്നു. കുട്ടിയെ സ്ട്രോളറിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ വാശി പിടിച്ചു. കുട്ടിയെ സ്ട്രോളറിൽ നിന്ന് എടുക്കണമെന്ന്, സ്ട്രോളർ വേണമെങ്കിൽ വിമാനത്തിൽ ലഗേജ് ഇടുന്ന സ്ഥലത്തേക്ക് വെച്ച് അയക്കാം എന്നും അവർ വാശി പിടിച്ചു. അതേസമയം അവർ ഇടർന്ന ശബ്ദത്തിൽ പറയുന്നത്, ഈ വിമാനത്താവളത്തിൽ തങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന ആ ക്യൂവിൽ പോലും ഉണ്ടായിരുന്ന വെള്ളക്കാരായ പലരും അവരുടെ കുട്ടികളെ സ്ട്രോളറിൽ തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ ആരും തടഞ്ഞില്ല. അവർക്ക് കുട്ടികളോടുകൂടി അവർക്ക് സ്ട്രോളറിൽ തന്നെ ഇരുത്തി കുട്ടികളെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ്. ഏതായാലും ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശി കാരണം ഇവർ ഏറെ ബുദ്ധിമുട്ടും വേദനയൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിൽ അംഗപരിമിതിയുള്ള കുട്ടികളെ സ്ട്രോളറിലെത്തി കൊണ്ടുപോകാം എന്ന് നേരത്തെ തന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഫെഡറൽ നിയമങ്ങൾ ഉൾപ്പെടുന്നു. ഇത് സംബന്ധിച്ച ആ രേഖകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ അമ്മ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് അവർ തങ്ങളോട് പെരുമാറിയെന്നും മനുഷ്യത്വപരമായ യാതൊരു തരത്തിലുമുള്ള ഒരു നീക്കം ഈ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുമാണ് അവർ പറയുന്നത്. എന്ത് കാരണം കൊണ്ടാണ് തങ്ങളുടെ കുട്ടിയുടെ സ്ട്രോളർ തടയുന്നതെന്ന് ചോദിച്ചപ്പോൾ ജീവനക്കാർ പറഞ്ഞ മറുപടി ഈ സ്ട്രോളർ വളരെ വലുതാണ് എന്നാണ്. എന്നാൽ 4 വയസ്സുള്ള ഒരു കുട്ടിയെ, ഒരു 6 മാസമോ 1 മാസമോ പ്രായമുള്ള കുട്ടിയെ കടത്തും പോലെയുള്ള സ്ട്രോളറിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന സത്യം അവർക്കും അറിയാം. മാത്രമല്ല അവിടെ വെള്ളക്കാരായ പലരും ഇതിനേക്കാളും വലിയ സ്ട്രോളറുകളിൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് പോകുന്നത് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ തങ്ങളോട് ഇതുവരെ കാട്ടിയത് ഇപ്പോഴും അമേരിക്കയിൽ സായിപ്പിൻ്റെ മനസ്സിലുള്ള കറുത്ത വർഗ്ഗക്കാരോടുള്ള അവരുടെ പുച്ഛം വെളിവാക്കുന്നത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഈ അമ്മ പരിതപിക്കുന്നത്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു വാർത്തയായി മാറിയിരിക്കുകയാണ്. നിരവധി പേരാണ് ഇതിൻ്റെ താഴെ കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. പലരും പറയുന്നത് വർണ്ണവിവേചനം ഇപ്പോഴും അമേരിക്കയിൽ തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം എന്നാണ്. പല മാധ്യമങ്ങളും അമേരിക്കൻ എയർലൈൻസുമായി ഇക്കാര്യത്തെക്കുറിച്ചുള്ള പ്രതികരണം അറിയിക്കാൻ ബന്ധപ്പെട്ടിരുന്നു എങ്കിലും അവർ ഇതിനോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ നിയമപരമായി തന്നെ നാളെ ഈ കുട്ടിയുടെ കുടുംബം ഈ സംഭവത്തെ നേരിടുമോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഏതായാലും അമേരിക്കയെ നാണം കെടുത്തിയ ഒരു സംഭവം തന്നെയാണ് ഈ വിമാനത്താവളത്തിൽ നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. മാത്രമല്ല ഈ അമ്മ തന്നെ പറയുന്നുണ്ട്, തങ്ങൾ ഒരുപാട് വിമാനത്താവളങ്ങളിൽ ഈ കുട്ടിയെ സ്ട്രോളറിലെടുത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ ആരും തന്നെ തടസ്സം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തടസ്സവാദം ഇവർ ഉന്നയിക്കുന്നത് എന്നും ഇതേ വിമാനത്താവളത്തിൽ തന്നെ മറ്റൊരു ഗേറ്റിലൂടെ തങ്ങൾ കടന്നു വരുമ്പോൾ തങ്ങളെ അവിടെ ആരും തടഞ്ഞിരുന്നിട്ടില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും സംഭവത്തെക്കുറിച്ച് ഒരുപക്ഷെ അന്വേഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അമേരിക്കയെ സംബന്ധിച്ച് അവിടെ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് ഫലപ്രദമായി നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ നിർബന്ധമുള്ള ഒരു രീതിയാണ് അവിടെ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ പേരിൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. ഈ അമ്മ വീണ്ടും 2ാമതൊരു വീഡിയോ കൂടി ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലാണ് അവർ ഈ അംഗപരിമിതിയുള്ള കുട്ടികളെ ഈ സ്ട്രോളറിൽ തന്നെ ഇരുത്തി കൊണ്ടുപോകാനുള്ള ആ ഫെഡറൽ നിയമത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുന്നത്. ഏതായാലും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം കറുത്ത വർഗ്ഗക്കാർക്ക് നിയമം അനുവദിക്കാതിരിക്കുന്ന അതേ സമയത്ത് തന്നെ വെളുത്ത വർഗ്ഗക്കാർക്ക് യഥേഷ്ടം കുട്ടികളെ സ്ട്രോളറിൽ കൊണ്ടുപോകാൻ ഇവർ അനുമതി നൽകിയത് എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം അമേരിക്കൻ എയർലൈൻസ് വ്യക്തമാക്കേണ്ടി വരും.